ടു ജാസസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് സാധാരണ പാത്രത്തിൽ മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുക്കറിൽ മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു പാത്രത്തിൽ മന്തി ഉണ്ടാക്കി കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോത്തിൻ്റെ ചിക്കനാണ്. തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാധാരണ ചിക്കനിലും ചെയ്യാട്ടോ. തൊലിയോടുകൂടി ചിക്കൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ട്. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന മന്തിക്ക് തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാട്ടോ കിട്ടുന്നത്. ആണെന്നുണ്ടെങ്കിൽ തൊലിയില്ലാത്ത ചിക്കനിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ ചിക്കൻ ക്യൂബോ അതേപോലെ തന്നെ മന്തി മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പക്ഷെ നമുക്ക് മന്തിക്ക് യാതൊരുവിധ ടേസ്റ്റ് കുറവുമില്ല കേട്ടോ. അത് നിങ്ങൾ നേരത്തെ കുക്കർ മന്തി ചെയ്തവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചിക്കനൊന്നും ആദ്യം തന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പൊക്കെ ഒന്ന് ശരിക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്ന് ആദ്യം ചിക്കനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചിക്കൻ വേവിച്ചെടുക്കുന്ന കുക്കറിൽ തന്നെയാണ്. ചോറാണ് സാധാരണ പാത്രത്തിൽ വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുക്കറില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പാത്രത്തിൽ തന്നെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കട്ടെ. ഞാൻ എങ്ങനെയാണെന്ന് കുറച്ച് നമുക്ക് കാണിച്ചു തരാം. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ, അതല്ലെങ്കിൽ ഒലിവ് ഓയിലോ വേണമെങ്കിൽ ഉപയോഗിക്കാം. നെയ്യോ അതേപോലെ തന്നെ വെളിച്ചെണ്ണയോ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഒരു നാടൻ ടേസ്റ്റ് വരും. നമുക്ക് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ബേ ലീവ്സ്, അതായത് കറുകല, 2 നുള്ള് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു 10 കുരുമുളക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു 2 വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വെച്ചിട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 250 ml കപ്പാണ് എടുത്തേക്കുന്നത്. അതിലൊരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുക്കറിനെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ വരുത്താം. 2 വിസിൽ കൂടുതൽ വരുത്തരുത്, ചിക്കൻ്റെ വേവ് കൂടിപ്പോവും. ഇനി നിങ്ങൾ കുക്കറിലല്ല ചിക്കൻ വേവിച്ചെടുക്കുന്നത്, സാധാരണ പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ, അതായത് നമുക്ക് മന്തി വെക്കുന്ന അതേ പാത്രത്തിൽ തന്നെ ചിക്കനും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സവാള വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇതേപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തീ നന്നായിട്ട് കുറച്ചിടാം. അതിനുശേഷം മൂടി വെച്ചിട്ട് ചിക്കൻ വേവുന്നവരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കണം, ചിക്കനൊന്ന് കുത്തി നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ചിക്കൻ വേവൂല, അതിലത്തെ വെള്ളം വറ്റിപ്പോവുള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ മന്തി വെക്കുന്ന ആ പാത്രത്തിൽ ചിക്കൻ വേവിച്ചെടുക്കുക. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് ബസ്മതി സെല്ലാ റൈസ് എടുത്തിട്ടുണ്ട്. ഈ മജ്ബൂസിനും അതുപോലെ മന്തി കപ്സൊക്കെ ഈ ഒരു സെല്ലാ റൈസാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കൽ. ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ. അതായത് സെല്ലാ റൈസ്, ഇതേതാണ് സെല്ലാ റൈസ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി സെല്ലാ റൈസ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട് കേട്ടോ, അത് നാട്ടിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ സെല്ലാ റൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരും. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി വറക്കൽ നിർബന്ധമാണ് കേട്ടോ, ഇതെന്തായാലും ചെയ്യണം.
നമ്മൾ ആ ചിക്കൻ വേവിച്ചത് ആ വെള്ളത്തിൽ നിന്ന് അവിടെ മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലാണ് അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് അളന്ന് നോക്കണം. ഞാനൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തത്. ഇപ്പോൾ എനിക്ക് ചിക്കൻ്റെ വെള്ളം കൂടി ഇറങ്ങിയിട്ട് ഒരു 4 കപ്പ് വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ 4 കപ്പിന് സെല്ല റൈസിന് 8 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ബാക്കി ഒരു 4 കപ്പും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടണം. അരി വിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം കറക്റ്റ് 4 കപ്പ് വെള്ളമുണ്ട്. നമ്മളിവിടെ എടുത്തേക്കുന്നത് 4 കപ്പ് സെല്ല റൈസാണ്. 4 കപ്പ് സെല്ല റൈസിന് 8 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതായത് 1 കപ്പിന് 2 കപ്പ് വെള്ളം. അത് സെല്ല റൈസ് ആണെങ്കിലും ബസ്മതി റൈസ് ആണെങ്കിലും 1 കപ്പിന് കറക്റ്റ് 2 കപ്പ് വെള്ളം. അതാണ് കേട്ടോ അളവ്. അരി എടുക്കുന്ന ഏത് പാത്രത്തിലാണോ ആ ഒരു പാത്രത്തിൽ തന്നെ വേണം കേട്ടോ അളവെടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് തെറ്റണ്ട. അപ്പോൾ ഞാൻ ചിക്കനിലത്തെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വറുത്തരിയിലേക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഗ്രൈൻഡറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനോടെയുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉണക്കനാരങ്ങയാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കുക, ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലയെന്ന് വിചാരിച്ചിട്ട് മന്തി ആരും ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പോരായുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ഏലക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ല റൈസിന് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ വെള്ളം വറ്റിപ്പോവും. പക്ഷേ നമ്മൾ അരി അത്രക്കാണ്ട് വേവില്ല. അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ മുകളിൽ കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ നിറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിൽ ഓയിൽ എടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം കളർ ചേർക്കേണ്ടവർക്ക് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ചിക്കൻ്റെ പുറത്തൊന്ന് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ മന്തി മസാല ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വേണമെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൽ മന്തി മസാല ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മസാല വെച്ച് ചേർക്കുന്ന ചിക്കനില്ലേ, ആ ചിക്കൻ വെച്ച് കൊടുക്കുക. ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഒരുപാടൊന്നും വരേണ്ട ആവശ്യമില്ല. ചിക്കൻ അത്യാവശ്യം വെന്തതാണ്. ഇപ്പോൾ 2 സൈഡും ഒന്ന് നിറം മാറുന്നവരൊന്ന് ചുറ്റും മറിച്ചിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഈ ചോറൊന്ന് ഇടയ്ക്ക് നോക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം.
പ്രത്യേകം ശ്രദ്ധിക്കണം, കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചോറ് ഞാനിപ്പം പറയാറുള്ള പോലെ തന്നെ മാറ്റുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് മുകളിൽ വിതറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിലത്തെ ഒരു ഓയിലിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ ചുറ്റും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല, വേറൊരു പണിയും കൂടി ഉണ്ട്. അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നിർബന്ധമായിട്ടും ചെയ്യണം ചാർക്കോൾ കത്തിച്ച് വെക്കൽ. അപ്പോൾ ആ ഒരു പുകമണം ഉണ്ടെങ്കിൽ മാത്രമേ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ കത്തിച്ച് വെച്ചേക്കുന്ന ചാർക്കോൾ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി അല്പം ഓയിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഇത് മൂടി വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, നമ്മൾ ആ ചാർക്കോളിലത്തെ പുക തീരുന്നത് വരെ. അപ്പോൾ ഇതേ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പാത്രം ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ മന്തി റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല എളുപ്പമുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറേ സവാള അരിയാനോ വഴറ്റാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതാണിത്, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ളതും അതേപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ മന്തിയുടെ കൂടെ 2 തരം മയോനൈസും അതുപോലെ തന്നെ തക്കാളി സൽസയാണ് കേട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ മന്തിയുടെ കൂടെ കൂടുതലും ഈ മയോനൈസ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റിൽ കൂടുതലായിട്ട് ഈ തക്കാളി സൽസയാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ, സി യു.